നമസ്കാരം. നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ GSTR-1 നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അതായത് നമുക്ക് ബൾക്ക് ബില്ലുകൾ, അതായത് ഒരുപാട് ബില്ലുകൾ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓഫ്ലൈൻ ടൂളോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സോഫ്റ്റ്വെയറോ ഉപയോഗിച്ചിട്ട് നമ്മൾ GSTR-1 ഫയൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഓൾറെഡി ഒരു ബില്ല് മാത്രമാണ് നമുക്കൊരു മാസം ഉള്ളതുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് GSTR-1 നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ടാക്സ് ഇൻവോയ്സ് ആണ്. അപ്പോൾ ഞാൻ അതിലൂടെ നമ്മുടെ അതായത് നമ്മുടെ പേരും അതേപോലെ ആർക്കാണ് സെല്ല് ചെയ്തതൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് പേര്. അത് നമ്മൾ ക്രെഡൻഷ്യലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഇൻവോയ്സ് നമ്പർ പറഞ്ഞാൽ A002 ആണ്. അതേപോലെ ഡേറ്റ് 20 ജനുവരി 2022 ആണ്. അപ്പോൾ നമ്മൾ ഫെബ്രുവരി 14 ഉള്ളിൽ നമ്മൾ GSTR-1 എന്ത് ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ആറ് ഐറ്റം ആണ് നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ളത്. അതിൽ HSM കോഡ് ഉണ്ട്. അത് ഒറ്റ ഐറ്റാണ് HSM കോഡ് വരുന്നത്. അതായത് HSM കോഡ് സെയിം ആണ്, ഡിഫറെൻറ്റ് വെറൈറ്റി സാധനമാണ് വരുന്നത്. വെറൈറ്റി സാധനം എന്ന് പറഞ്ഞാൽ ചെയറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെയിം HSM കോഡ് ആയത്. റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18%. ടോട്ടൽ 18 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. 63,200 വന്നിട്ടുണ്ട്. 50,000 മേലെ ആയതുകൊണ്ട് നമുക്ക് eBay ബില്ല് ആവശ്യം വന്നിട്ടുണ്ട്. അതിപ്പോൾ eBay ബില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ eBay ബില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ല് നമുക്ക് എങ്ങനെ GST ഫയൽ ചെയ്യാം നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം GSTയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യണം. നമ്മൾ യൂസർ ID പാസ്വേഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം GSTയുടെ സൈറ്റിലേക്ക് പോവാം. GST ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ താഴെ റിട്ടേൺ ഡാഷ്ബോർഡിൽ വരിക. എന്നിട്ട് നിങ്ങൾ ജനുവരി സെലക്ട് ചെയ്യുക. നമ്മൾ ജനുവരി മാസത്തെ റിട്ടേൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജനുവരി ചെയ്യുക. അപ്പോൾ നമ്മൾ ജനുവരി സെലക്ട് ചെയ്യുക. എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ഓൺലൈൻ തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ഓൺലൈനിൽ നിന്നുള്ള ഒരു ഓപ്ഷൻ ടാബ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് B2B ഇൻവോയ്സ്, അതേപോലെ B2C ലാർജ് ഇൻവോയ്സ്, അതേപോലെ എക്സ്പോർട്ട് ഇൻവോയ്സ് കാണാം. നമ്മളെ ബില്ല് B2B ഇൻവോയ്സ് ആണ്. അപ്പോൾ നമ്മൾ ആ B2B ഇൻവോയ്സിലാണ്, നമ്മൾ ആകെ ഒരു ബില്ലുള്ളൂ, അത് B2B ഇൻവോയ്സ് ആണ്. അപ്പോൾ നമുക്ക് ബില്ല് അത് നോക്കിയിട്ട് നമുക്ക് B2B ഇൻവോയ്സ് എന്ന് പറഞ്ഞ കോളത്തിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ B2B ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ B2B ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ eBay ബില്ല് അടിച്ചതാണെന്നെങ്കിൽ, നിങ്ങൾ ആ ബില്ല് eBay ബില്ല് അടിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് eBay ബില്ല് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിലേക്ക് കയറും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ആഡ് റെക്കോർഡ് കൊടുക്കുക. അപ്പോൾ 50,000 താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആഡ് റെക്കോർഡ് മാനുവലായി കൊടുക്കുക. അപ്പോൾ ഞാനതെങ്ങനെ കാണിച്ചു തരാം. ഇവിടെ ആഡ് റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആർക്കാണോ സപ്ലൈ സെല്ല് ചെയ്തിട്ടുള്ളത് അവരുടെ GST നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഈ ഇൻവോയ്സിൽ നമ്മൾ സപ്ലൈ B2B ഇൻവോയ്സ് ആണ്. ഇതിൽ ഞാൻ നമ്മുടെ സപ്ലൈയറും നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് GST നമ്പർ ഉണ്ട്, ഇതിൻ്റെ ആർക്കാണ് സപ്ലൈ നടത്തിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു GST നമ്പർ ഇവിടെ അടിക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ GST തന്നെ വരികയാണ്. അപ്പോൾ നമ്മൾ മാനുവലി GST നമ്പർ ഇവിടെ എൻ്റർ ചെയ്താൽ തന്നെ നമ്മുടെ റെസിപ്പിയൻ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ടു മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സപ്ലയർ നെയിം അല്ലെങ്കിൽ റെസിപ്പിയൻ നെയിം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എന്താണ് നമ്മൾ അടിച്ചത് അതേപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട് ആ നെയിം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആ പേര് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആർക്കാണ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പേര് എന്ത് ചെയ്യണം, ഇവിടെ ഈ സപ്ലൈ ഡീറ്റെയിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ റെസിപ്പിയൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്പിയൻ നെയിം അതേപോലെ നെയിമിൻ മാസ്റ്ററും ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിവിടെ ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്യുക. അതായത് നമ്മളെ ഇൻവോയ്സ് പ്രകാരമുള്ള ഇൻവോയ്സ് നമ്പർ. അപ്പോൾ നമുക്ക് ഇൻവോയ്സിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ നമ്മളെ ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A002 ആണ്. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻവോയ്സ് ഡേറ്റും കൂടി കൊടുക്കുക. അത് നമ്മൾ ബില്ലിൽ ചെക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ 20/1/2022 നമ്മളെ ഇൻവോയ്സ് ഡേറ്റ്. അതേപോലെ തന്നെ അവിടെ കൊടുക്കുക. ഇനി നിങ്ങൾ കൊടുക്കേണ്ടത് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ആണ്. അതായത് നമ്മുടെ ടോട്ടൽ ടാക്സ് അടക്കം, അതായത് നമ്മുടെ ടാക്സബിൾ വാല്യൂ പ്ലസ് ടാക്സ് കൂടി കൂട്ടിയ ടോട്ടൽ വാല്യൂ, അതായത് ഇൻക്ലൂഡിങ് ടാക്സ് അടക്കം നമ്മളെ വാല്യൂ എത്ര വെച്ചാൽ ആ എമൗണ്ടാണ് കൊടുക്കേണ്ടത്. അത് നേരെ നമ്മൾ വീണ്ടും ആ ഇൻവോയ്സിലേക്ക് തന്നെ വരിക. അപ്പോൾ നമ്മുടെ ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53,559.31 ആണ്. അതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ 4820 അതേപോലെ 4820 CGST SGST ആണ്. അങ്ങനെ ടോട്ടൽ 63,200 ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ വരുന്നത്. അത് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ 63,200 ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ വരുന്നത്. അത് നമുക്ക് അവിടെ കൊടുക്കാം.
എന്നിട്ട് നമ്മൾ താഴോട്ട് വരിക. അപ്പോൾ നമുക്കിവിടെ നമ്മളെ ഈ GST നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് നമ്മളെ സ്റ്റേറ്റ്, അതേപോലെ ഇൻട്രാ സ്റ്റേറ്റ്, സപ്ലൈ ടൈപ്പൊക്കെ ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് വരും. കാരണം നമ്മൾ ഓരോ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഇൻവോയ്സ് നമ്പർ, അതേപോലെ ഇൻവോയ്സ് ഡേറ്റ്, അതേപോലെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നെയിം ആൻഡ് മാസ്റ്റർ നമുക്ക് ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നമ്മളിവിടെ റെസീപ്റ്റ് നെയിം ഓട്ടോമാറ്റിക് GST നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വരും. ഇനി താഴോട്ട് വരാം. ഇനി നമ്മൾ ടാക്സബിൾ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് താഴോട്ട് വരാം. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ പെർസെൻറ്റേജ് പറഞ്ഞാൽ 18%. അപ്പോൾ നമുക്ക് ബില്ലിലേക്ക് ഒന്നുകൂടി വരാം. അപ്പോൾ നമ്മുടെ സപ്ലൈ ചെയ്ത എല്ലാ ഇൻവോയ്സും എല്ലാ കമ്മോഡിറ്റിയും നമ്മൾ 18%ലാണ് സെല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് പറഞ്ഞാൽ 18%. അപ്പോൾ നിങ്ങൾ ഇതിൽ 18, 12 ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾ ഓരോ വാല്യൂ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ 18% നമുക്ക് വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 18% എല്ലാതും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഈ താഴെ നമുക്ക് ഡീറ്റെയിൽസിൽ കാണാം. ടാക്സബിൾ വാല്യൂ 53,559.31 ആ എമൗണ്ട് അവിടെ കൊടുക്കുക. 53,559.31. അപ്പം നമ്മൾ 18% ടാക്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ ടാക്സബിൾ വാല്യൂ കൊടുത്തിട്ടുള്ളത് ഈ ടാക്സബിൾ വാല്യൂ കോളത്തിൻ്റെ നേരെ നിങ്ങൾ 18% 53,559.31 കൊടുക്കുക. ആ ബിൽ അതന്നെയാണോ ബില്ലിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ബില്ലിൽ ആ എമൗണ്ട് തന്നെയാണ് 53,550 48.20.33 അപ്പോൾ നിങ്ങളത് 48.20.33 വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ 33 എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് വരിക. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമുക്ക് റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇനി നമ്മളിവിടെ ബാക്ക് ബട്ടൺ നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ആരോഗ്യം കാണാം, നിങ്ങൾക്ക് ലെഫ്റ്റ് ആരോ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ബാക്ക് അടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതായത് നമ്മൾ കൊടുത്ത ഇൻവോയ്സിൻ്റെ റെസിപ്റ്റിൻ്റെ GST നമ്പർ, അതേപോലെ ട്രേഡ് നെയിം, അതേപോലെ ആ ടാക്സ് ടൈപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഇൻവോയ്സ് അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമ്മൾ HSN ഡീറ്റെയിലും അതേപോലെ ഡോക്യുമെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഇ വേ ബില്ല് ഇവിടെ 50,000 മേലെ ഇത് ഓൾറെഡി ഇ വേ ബില്ല് അടിച്ചത് കൊണ്ട് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ഇ വേ ബില്ല് ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ മാനുവലി കാണിച്ചതാണ് നമുക്ക് എങ്ങനെ അത് മാനുവലി ഇ വേ ബില്ല് അടിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് മാനുവലി ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇ വേ ബില്ല് ഇവിടെ അടിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ ഇതിന്ന് എടുത്തിട്ടില്ല ഡാറ്റ, നമ്മൾ മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളവിടെ B2B ഇൻവോയ്സിൽ അവിടെ 1 എന്ന് കാണാം. അതായത് നമ്മളൊരു ഇൻവോയ്സ് ഇവിടെ അപ്ലോഡ് ആയി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ഇൻവോയ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മളെ ബില്ല് അപ്ലോഡായി നമുക്ക് എന്തായാലും കരുതാം. അല്ലെങ്കിൽ നമ്മൾ പ്രിവ്യൂ എടുത്ത് നോക്കണം, നമുക്ക് ആ ഡാറ്റ അതിൻ്റെ എമൗണ്ട് വെച്ച് നോക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ എമൗണ്ട് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാമെന്നോ. ഇതിപ്പോൾ നമുക്ക് പ്രിവ്യൂ എടുത്ത് നോക്കിന്നെ വേണം. ഇനി അടുത്തത് നമുക്ക് B2C ലാർജ് ഇൻവോയ്സ് ഒന്നുമില്ല. നമുക്ക് ആകെ ഒരു ഇൻവോയ്സ് ഉള്ളത് B2B ആണ്. അതേപോലെ എക്സ്പോർട്ട് ഇൻവോയ്സ് ഇല്ല. അതേപോലെ B2C അതേഴ്സിൽ, അതായത് B2C സ്മാൾ ബില്ലില്ല. അതേപോലെ നിൽ റേറ്റഡ് സപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് ഇല്ല. അതേപോലെ അഡ്വാൻസ് ടാക്സ് ലാബിലിറ്റി, ഈ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് HSN വൈസ് സമ്മറിയാണ് കൊടുക്കാന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി വീണ്ടും ബില്ലിലേക്ക് വരിക. അപ്പോൾ HSN നമ്മൾ 940310 വരുന്നത്, അത് അവിടെ കൊടുക്കുക. നമ്മളെ GST ഡീറ്റെയിൽ കൊടുക്കുക 940310 940310. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഓട്ടോമാറ്റിക് വരും. ഇനി നമ്മൾ ടാക്സബിൾ, അതായത് നമ്മൾ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ നമ്പേഴ്സിലാണ്. അപ്പോൾ നമ്പേഴ്സ് സെലക്ട് ചെയ്തു. നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബില്ലിൽ ഞാൻ കാണിച്ചാൽ ബില്ലിൽ നമുക്ക് കാണാം നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഓരോ നമ്പേഴ്സിലാണ്. ഇപ്പോൾ 1, 2, 1, 6, 2, 6 ഇങ്ങനെ, ഇതാണ് ഈ നമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് ഇവിടെ കൊടുക്കുക. നമ്പേഴ്സിലാണെങ്കിൽ നമ്പേഴ്സ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ അടുത്തത് എത്ര ക്വാണ്ടിറ്റിയാണ്, ടോട്ടൽ 18 നമ്പറാണ്. അപ്പോൾ 18 നമ്പർ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 18 കാണിച്ചു. ഇനി ടാക്സബിൾ വാല്യൂ നമ്മൾ സെയിം ആയിരിക്കണം. ടാക്സബിൾ വാല്യൂ നമ്മൾ സെയിം ആയിരിക്കണം. 53,559.31 53,559.31. അപ്പോൾ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് നമ്മൾ 18% എല്ലാ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ടാക്സ് എമൗണ്ട് 48,20.33 48,20.33 സെൻട്രൽ ടാക്സും 48,20.33 സ്റ്റേറ്റ് ടാക്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ HSN കോഡ് ഉള്ളത് കൊണ്ട് നമുക്ക് 18 നമ്പർ ഒറ്റൊന്ന് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളതെല്ലാം, അതായത് നമ്മുടെ ആ ഒരു ബില്ലിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ HSN ഡീറ്റെയിലും അതേപോലെ B2B ആയിട്ടുള്ള ആ ഒരു കോളത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്യുക. ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നിങ്ങളെ HSN ഡീറ്റെയിൽ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണാം. ഇനി ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ താഴെ വീണ്ടും ബാക്കിലോട്ട് വരിക. അപ്പോൾ നമ്മളിവിടെ B2B ഇൻവോയ്സസും അതേപോലെ HSN വൈസ് സമ്മറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് എന്നുള്ള ഈ കോളത്തിലേക്ക് വരിക. ഇവിടെ നമ്മൾ ഇൻവോയ്സ് ഫോർ ഔട്ട്വേർഡ് സപ്ലൈ, അതായത് നമ്മൾ സെല്ല് ചെയ്ത സപ്ലൈ നടത്തിയപ്പോഴുള്ള ഇൻവോയ്സിന്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. നമ്മൾ സീരിയൽ നമ്പർ എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബില്ലിലേക്ക് വീണ്ടും വരിക. അപ്പോൾ നമ്മൾ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A002 ആണ് നമ്മൾ ഇൻവോയ്സ് നമ്പർ വരുന്നത്. അപ്പോൾ ഒറ്റ ബില്ല് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബില്ല് തന്നെ നമുക്ക് രണ്ട് ഭാഗത്തും കൊടുക്കാം. അതായത് ഫ്രം ടു, അതായത് ഏത് സീരിയൽ നമ്പർ മുതലാണ്. അപ്പോൾ നമ്മളിവിടെ ആഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മൾ A002 കൊടുക്കുക. A002 ടു ഏത് വരെ. അപ്പോൾ നമ്മൾ A002 വരെയാണ്. അപ്പോൾ ആകെ എത്ര ഇൻവോയ്സ് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ 1, ക്യാൻസൽഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻവോയ്സ് നമ്പർ 1 വന്നിട്ടുള്ളത്. അതിന് ബാക്കി നമുക്ക് വേറെ ബില്ലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴെ വരിക, സേവ് ചെയ്യുക, സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി വീണ്ടും താഴെ വരിക, എന്നിട്ട് ബാക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ B2B ഇൻവോയ്സസും അതേപോലെ HSN വൈസ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബില്ലിൽ പ്രകാരമുള്ള നമ്മൾ ആ മാസത്തെ സെയിൽസിന്റെ ഡീറ്റെയിൽ ആയ HSN വൈസും നമ്മളെ B2B ഇൻവോയ്സ്, ഈ B2B ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ഡീലർക്ക്, അതായത് GST ഉള്ള ആൾക്ക് തന്നെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടാണ് B2B ആയതുകൊണ്ട്. അപ്പോൾ ആ B2B ഇൻവോയ്സ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു, അതേപോലെ HSN വൈസ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു, അതേപോലെ ഡോക്യുമെന്റ്സ് റെക്കോർഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ജനറേറ്റ് സമ്മറി ആദ്യം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമ്മറി ഇനീഷ്യേറ്റ് കാണാം. നമുക്കൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ റിഫ്രഷ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴെ നോട്ടിഫിക്കേഷനായി കാണാത്ത സമ്മറി ഹാസ് ബീൻ ജനറേറ്റഡ് 9/2/2022 പറഞ്ഞിട്ട് കാണാം. നമുക്ക് അതായത് നമ്മൾ 10:59 നമുക്കൊരു നമ്മൾ സമ്മറി ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രിവ്യൂ ചെയ്യാം. അപ്പം നേരെ താഴെ വരിക, എന്നിട്ട് ഇവിടെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ GSTR-1 പ്രിവ്യൂ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനത് ഡെസ്ക്ടോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഡാറ്റ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ. അപ്പോൾ നമ്മളെ പ്രിവ്യൂവിൽ നോക്കുക, നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത പ്രിവ്യൂവിൽ നോക്കുക 63,200 ടോട്ടൽ ഇൻവോയ്സ്. അത് നമ്മളെ ബില്ലുമായിട്ട് മാച്ച് ആവുണ്ടോ നോക്കുക. 63,200 ടോട്ടൽ നമ്പർ വരുന്നത്, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ വരുന്നത്. അതേപോലെ ടാക്സബിൾ വാല്യൂ 53,559.31 അത് കറക്റ്റായി നോക്കുക. അതേപോലെ ടാക്സ് 48,20.33 CGST, അതേപോലെ SGST 48,20.33 അതിവിടെ വന്നിട്ടുണ്ട്. ഇനി HSN ഡീറ്റെയിലും അതേപോലെ കറക്റ്റായി വരണം. അപ്പോൾ താഴോട്ട് വരിക, HSN ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാം 53,559.3 ടാക്സബിൾ വാല്യൂ വരുന്നത്. അപ്പോൾ HSN ഡീറ്റെയിൽ 53,559.3 ടാക്സബിൾ വാല്യൂ വരുന്നത്. അതേപോലെ ടാക്സ് റേറ്റ് 48,20.33. അതേപോലെ ഡോക്യുമെന്റ് ഡീറ്റെയിൽ എത്ര ഡോക്യുമെന്റ് ആണ്, അപ്പോൾ 1 നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റായി വന്നതുകൊണ്ട് നമുക്കിനി ഫയൽ ചെയ്യാം. അപ്പോൾ നേരെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേണിലേക്ക് തന്നെ വരിക. ഇനി നമ്മളിവിടെ ഐ അക്നോളജ് ദാറ്റ്, ഐ റിവ്യൂഡ് ദാറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാം ആർ യു ഷുവർ വാണ്ട് ടു പ്രൊസീഡ് ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യുവർ സബ്മിറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ്, പ്ലീസ് ചെക്ക് ദ സ്റ്റാറ്റസ് ഇൻ സം ടൈം. അപ്പോൾ നമുക്ക് മേലോട്ട് വന്നിട്ട് ഒന്ന് റിഫ്രഷ് കൊടുക്കാം. നേരെ മേലോട്ട് വരിക, എന്നിട്ട് ഇവിടെ റിഫ്രഷ് ക്ലിക്ക് ചെയ്യുക. റിഫ്രഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വരിക, ഇവിടെ ഫയൽ റിട്ടേണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഐ ഹിയർ ബൈ എന്നുള്ളത് ഇവിടെ ടിക്ക് ഇട്ടതിന് ശേഷം പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്യുക. പ്രൊപ്പറേറ്റർ തന്നെ സെലക്ട് ചെയ്യുക. പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫയൽ വിത്ത് EVC വെച്ചിട്ടോ അല്ലെങ്കിൽ DSC വെച്ചിട്ടോ ചെയ്യാം. ഞാൻ ഇവിടെ EVC വെച്ചിട്ട് ഫയൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫയൽ വിത്ത് EVC ക്ലിക്ക് ചെയ്തു. അപ്പോൾ OTP വന്നിട്ടുണ്ട്, ഞാനത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മൾ GSTR-1 നമ്മൾ ഓൺലൈനായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബില്ലൊക്കെ ആണെങ്കിൽ, നമുക്കൊരു ബില്ല് മാത്രമാണ് നമ്മളെ സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ സിമ്പിളായിട്ട് ഫയൽ ചെയ്യേണ്ട രീതി എങ്ങനെ നമ്മൾ ഈ ഓൺലൈനിൽ കൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എന്തായാലും നന്ദി, നമസ്കാരം.